നേരെ നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂരിൽ മുൻ ACP TK രത്നകുമാർ CPM സ്ഥാനാർത്ഥിയാകും. ശ്രീകണ്ഠപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിലാണ് രത്നകുമാർ മത്സരിക്കുക. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത് രത്നകുമാറിനായിരുന്നു. ബിജീഷ് ഗോവിന്ദനുണ്ട് വിവരങ്ങൾ നൽകാനായി. ബിജീഷ് ഗോവിന്ദൻ, ഈ നവീൻ ബാബുവിന്റെ കുടുംബം നേരത്തെയും ഈ അന്വേഷണ സംഘത്തിനൊക്കെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതാ തൊട്ടു പിന്നാലെ അദ്ദേഹം LDFന്റെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം മത്സരിക്കാനും പോകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മറ്റു വിശദാംശങ്ങൾ. കണ്ണൂർ ജില്ലയിലുള്ള ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ ഡിവിഷനിലാണ് ഇപ്പോൾ TK രത്നകുമാറിനെ CPM അതിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ TK രത്നകുമാർ സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഉണ്ടായത്. ഏതായാലും കണ്ണൂർ ഈ ശ്രീകണ്ഠാപുരം നഗരസഭ നിലവിൽ UDF ഭരിക്കുന്ന നഗരസഭയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ കോട്ടൂർ ഡിവിഷനിൽ CPM TK രത്നകുമാറിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ഈ കോട്ടൂർ ഡിവിഷൻ CPMന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ സിറ്റിംഗ് CPM സ്ഥാനാർത്ഥി വിജയിച്ച ഒരു ഡിവിഷൻ കൂടിയാണിത്. ഇപ്പോൾ ഇതിനകത്തൊരു വലിയ വിമർശനം ഉയർന്നിരിക്കുന്നത് നേരത്തെ അജി സൂചിപ്പിച്ചതുപോലെ തന്നെ PP ദിവ്യയെ പ്രതിയായിട്ടുള്ള നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിന്റെ അന്വേഷണ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അന്നത്തെ ACP ആയിരുന്നുള്ള TK രത്നകുമാർ. ഈ TK രത്നകുമാർ സർവീസിൽ നിന്ന് പെൻഷനായത് ഈ കേസിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ജന്മനാടായ ശ്രീകണ്ഠാപുരത്തെ കോട്ടൂരിലേക്ക് പോവുകയും അവിടെ CPMന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ വലിയ വിമർശനം കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നു. ഇത് ഈ PP ദിവ്യ പ്രതിയായിട്ടുള്ള ADM നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണം അട്ടിമറിച്ചതിനുള്ള ഒരു പ്രത്യുപകാരമായിട്ടാണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരിക്കുന്ന വലിയ വിമർശനം. അത് ഈ കേസ് അന്ന് വലിയ തരത്തിലുള്ള പ്രമാദമായ രാഷ്ട്രീയ വിവാദമായ ഒരു സംഭവമായിരുന്നു. അതിനകത്ത് CPMനെയും അതുപോലെ തന്നെ PP ദിവ്യയെയും രക്ഷിക്കുന്നതിനും അന്ന് ഉയർന്നിരുന്ന ഒരു പ്രതിരോധത്തെ മറികടക്കുന്നതിനും വേണ്ടി അന്ന് ACP ആയി പ്രവർത്തിച്ചിരുന്ന TK രത്നകുമാർ ഇടപെട്ടു എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്, ആരോപണം ഉന്നയിക്കുന്നത്. അതിന് ഒരു പ്രത്യുപകാരമായിട്ടാണ് ഇപ്പോൾ ഈ നഗരസഭ കോട്ടൂർ ഡിവിഷനിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി CPM അവരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം. ADMന്റെ ആത്മഹത്യ മാത്രമല്ല, മറ്റ് കണ്ണൂരിൽ നടന്ന പല കേസുകളിലും ഇത്തരത്തിൽ CPMന് അനുകൂലമായി TK രത്നകുമാർ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണവും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വലിയ വിവാദം വീണ്ടും ഈ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ ഉയരുന്നു. അത് ഈ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള TK രത്നകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെയാണ് എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്ന് പുതുതായി വരുന്ന വാർത്തകൾ. അജി, ഒപ്പം തന്നെ അഭിജിഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിശദീകരണം രത്നകുമാറിന്റെ ഭാഗത്ത് നിന്നോ LDFന്റെ ഭാഗത്ത് നിന്നോ കിട്ടുന്നുണ്ടോ? കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ പാർട്ടി നീക്കം നടത്തിയത്, ശ്രമം നടത്തിയത്? അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഇതിനകത്തൊരു വിശദീകരണം ഇതുവരെ അത്തരത്തിൽ ഒന്നും LDFന്റെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടില്ല. പക്ഷേ TK രത്നകുമാർ പറയുന്നത് നേരത്തെ തന്റെ കുടുംബപരമായി തനിക്ക് CPMവുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് രത്നകുമാർ പറയുന്നത്. ഇത് ശ്രീകണ്ഠാപുരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇദ്ദേഹം ഇപ്പോൾ മത്സരിക്കുന്ന വാർഡ് അത് കോട്ടൂരാണ്. കോട്ടൂരിൽ CPMന്റെ ശക്തി കേന്ദ്രമാണ്. നിലവിൽ കോട്ടൂർ വാർഡ് LDFന്റെ കയ്യിലുമാണ്, CPMന്റെ കയ്യിലുമാണ്. അതുകൊണ്ട് തന്നെ CPMകാരനായ താൻ ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾക്ക് പങ്കില്ല, അല്ലെങ്കിൽ വിവാദങ്ങൾക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് TK രത്നകുമാർ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് LDFന്റെ വിശദീകരണം നമുക്ക് ലഭ്യമാകാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അതിനു മുൻപ് തന്നെ ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് വലിയ തരത്തിലുള്ള പ്രതിരോധം CPMനെതിരെ അല്ലെങ്കിൽ ആരോപണം CPMനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇതുതന്നെയാണ്. ADMന്റെ ആത്മഹത്യാ കേസിനകത്ത് CPMനെയും അതുപോലെ തന്നെ PP ദിവ്യയെയും രക്ഷിക്കുന്നതിനും അവരെ പ്രതിരോധത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിനും അന്ന് വലിയ തരത്തിൽ ഇടപെട്ട TK രത്നകുമാറിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പെൻഷൻ ആയതിനു ശേഷം അദ്ദേഹത്തിന് ആ കേസിലുള്ള ഒരു പ്രത്യുപകാരമായിട്ട് സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരിക്കുന്ന പ്രധാന ആക്ഷേപം. മറ്റൊരു കാര്യം കൂടി പറയുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ മാത്രമല്ല CPMനെ പ്രതിസ്ഥാനത്ത് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. നേരെ